നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നാഷണൽ പെൻഷൻ സ്കീമിൽ എങ്ങനെയാണ് പെൻഷൻ ഫണ്ട് മാനേജറിനെ മാറ്റുക എന്നതിനെ പറ്റിയാണ്. നമ്മളിപ്പോൾ ഒരു പെൻഷൻ ഫണ്ട് മാനേജറിൽ ലാസ്റ്റ് ഒരു വർഷമായിട്ട് നിൽക്കുകയാണ്. നമുക്ക് തോന്നുകയാണ് അത് അവരെക്കാളും ബെറ്റർ പ്രോഫിറ്റാണ് മറ്റൊരു പെൻഷൻ ഫണ്ട് മാനേജർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വർഷത്തിലൊരിക്കൽ ഈ ഒരു പെൻഷൻ ഫണ്ട് മാനേജറിനെ നമുക്ക് മാറ്റാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ സ്കീം, അതായത് നമ്മൾ ഇക്വിറ്റിയിൽ, അതായത് ഷെയർ മാർക്കറ്റിൽ നമ്മൾ എത്ര ശതമാനം ഇട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ ഗവൺമെൻറ് കടപ്പത്രങ്ങൾ നമ്മൾ ഇട്ടിട്ടുണ്ട്, അതുപോലെ സി എന്ന കാറ്റഗറി കോർപ്പറേറ്റ് ബോണ്ടുകളിൽ നമ്മൾ എത്ര ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്കീമുകൾ നമുക്ക് വർഷത്തിൽ 2 തവണ മാറ്റാൻ സാധിക്കും. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇത് രണ്ടും മാറ്റുക എന്താണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഓൺലൈനായിട്ട് എങ്ങനെയാണ് ഒരു കോൺട്രിബ്യൂഷൻ, ഒരു എമൗണ്ട് പേ ചെയ്യുക, അതേപോലെ നമ്മൾ ഇൻകം ടാക്സിന് വേണ്ടിയിട്ട് നമ്മളൊരു ഇൻകം ടാക്സിൻ്റെ സപ്പോർട്ടിംഗ് ഡോക്യുമെൻ്റ് ആയിട്ട് നമ്മൾ ഒരു വർഷം ഒരു ഫിനാൻഷ്യൽ ഇയറിൽ നമ്മൾ അടച്ച എമൗണ്ടിൻ്റെ സമ്മറി, ആ ഡോക്യുമെൻ്റ് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുക എന്നീ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. അപ്പോൾ നാഷണൽ പെൻഷൻ സ്കീമിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ആ വീഡിയോ കണ്ട് കുറച്ചുകൂടി കൂടുതൽ ക്ലാരിറ്റി വരുത്താം എന്താണ് നാഷണൽ പെൻഷൻ സ്കീം, അതിൻ്റെ മറ്റു ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം. അപ്പോൾ എങ്ങനെയാണ് പെൻഷൻ ഫണ്ട് മാനേജറിനെ സ്വിച്ച് ചെയ്യുക എന്ന ഈ വീഡിയോ. അപ്പോൾ നമുക്ക് ഇതൊന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ ഗൂഗിൾ എടുത്ത് NSDL എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ നമുക്ക് CRA-NSDL.com ഇതാണ് നമ്മുടെ വെബ്സൈറ്റ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഫസ്റ്റ് നമ്മുടെ യൂസർ ഐ ഡി നമുക്കറിയാം, പ്രാൺ നമ്പർ, നമ്മുടെ പെർമനൻറ്റ് ആ ഒരു നമ്പർ, പ്രാൺ നമ്പർ ആയിരിക്കും നമ്മുടെ യൂസർ ഐ ഡി കൊടുക്കുക, പാസ്വേഡ് കൊടുക്കുക, അതുപോലെ തന്നെ താഴെ കാണുന്ന ക്യാപ്ച കോഡ്. ഇപ്പോൾ അതിൽ 64+8 ആണ് വന്നിരിക്കുന്നത്. അത് ഓരോ സമയം മാറും. അപ്പോൾ അത് കൊടുത്തതിന് ശേഷം സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഒരു സ്ക്രീൻ വരും. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഇടത് ഭാഗത്ത് ഫസ്റ്റ് കാണുന്ന ഏറ്റവും മുകളിൽ ട്രാൻസാക്ട് ഓൺലൈൻ കണ്ടല്ലേ. ഇവിടെ നമുക്കിവിടെ ഓൺലൈൻ കോൺട്രിബ്യൂഷൻ, ചേഞ്ച് സ്കീം പ്രിഫറൻസ്, ചേഞ്ച് PFM, ഇതിൽ നമ്മൾ സ്കീം പ്രിഫറൻസ് ചേഞ്ച് എടുക്കുക. ഓക്കെ, ഇവിടെ നമ്മളിത് പ്രൊസീഡ് കൊടുക്കുമ്പോൾ നമ്മൾ രണ്ട് ടൈപ്പ് ഉണ്ടായിരിക്കും, ടയർ 1, ടയർ 2. നമ്മൾ ടയർ 1 സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്കതിൽ പെൻഷൻ ഫണ്ട് മാനേജറുടെ പേര് കാണാം, SBI പെൻഷൻ ഫണ്ട് മാനേജറാണ് കാണിക്കുന്നത്. ഓക്കെ, അത് ഇക്വിറ്റി 50, 30, 20 എന്നുള്ള കാറ്റഗറിയാണ്. നമ്മൾ ഇതേപോലെ ഇതാണ് ചേഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, പെൻഷൻ ഫണ്ട് മാനേജറും അതുപോലെ സ്കീം പ്രിഫറൻസും. അപ്പോൾ ഇത് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നെക്സ്റ്റ് സ്ക്രീൻ വരുമ്പോൾ ഇവിടെ ഏറ്റവും താഴെ നമുക്ക് കാണാം ആഡ് എന്നൊരു ഓപ്ഷൻ കാണാം. ഇവിടെ നമുക്ക് നമ്മുടെ പെൻഷൻ ഫണ്ട് മാനേജറെ അതുപോലെ സ്കീമും ആഡ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ നമ്മൾ ആഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അഡീഷണൽ എൻട്രി വരും. അപ്പോൾ അത് സെലക്ട് ചെയ്ത് നമ്മൾ ഏത് പെൻഷൻ ഫണ്ട് മാനേജറാണോ ഉദ്ദേശിക്കുന്നത്, HDFC, ആദിത്യ ബിർള, ICICI, ഒത്തിരി എണ്ണമുണ്ട്. അപ്പോൾ ഞാനിതിൽ ICICI ആണ് എടുക്കുന്നത്, അത് എടുക്കുക. അതുപോലെ തന്നെ ടയർ 1 ഇനി ഇക്വിറ്റി, കോർപ്പറേറ്റ് ബോണ്ട്, ഗവൺമെൻറ് ബോണ്ട്, നമ്മൾ ഏതാ ഉദ്ദേശിക്കുന്നത് എടുക്കുക. ഞാനിതിൽ ഇക്വിറ്റിയാണ് എടുക്കുന്നത്. ഇനി നമ്മൾ എത്ര % ആണ് ഉദ്ദേശിക്കുന്നത്, ഞാൻ മുൻപേ 50%, അത് 50% ആയിട്ടിരുന്നത്, ഞാനിപ്പോൾ അത് 60% ആയിട്ട് കൂട്ടുകയാണ്. ഓക്കെ, ഇക്വിറ്റിയിൽ നമ്മൾ എപ്പോഴും ഇച്ചിരി റിസ്ക് ആണ്, നിങ്ങൾ എമൗണ്ട് എല്ലാം കൂട്ടുന്നത്. പക്ഷേ നല്ലൊരു പ്രോഫിറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇക്വിറ്റിയിൽ എപ്പോഴും കൂട്ടിയിടണം. ഇനി നെക്സ്റ്റ് ഓപ്ഷൻ എടുക്കുക. ഇനി അത് ഞാൻ പെൻഷൻ ഫണ്ട് മാനേജർ ICICI തന്നെയാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. അതിൽ കോർപ്പറേറ്റ് ബോണ്ടിൻ്റെ C ആണ് ഞാൻ എടുക്കുന്നത്, അതും ICICI ആണ് എടുക്കുന്നത്. ഇനി അതിൻ്റെ ഒരു പെർസെൻറ്റേജ്, അപ്പോൾ അതിലും കുറച്ച് കൂട്ടിയിടുന്നുണ്ട്, 30% ആണ് ഞാൻ ഇടുന്നത്. ഓക്കെ, നമുക്ക് ഏറ്റവും സേഫ് എന്നുള്ളത് ഗവൺമെൻറ് കടപ്പത്രമായ G ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൽ പെർസെൻറ്റേജും കമ്മിയായിരിക്കും നമുക്ക് കിട്ടുന്ന ലാഭം എന്ന് പറയുന്നത്. നമുക്ക് ഏറ്റവും കൂടുതൽ ലാഭം എന്ന് പറയുന്നത് ഇക്വിറ്റിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതിൽ ഏറ്റവും കൂടുതൽ ഇട്ടത്. ഇനി ഞാൻ ഗവൺമെൻറ് കടപ്പത്രം എന്നുള്ള Gയിൽ 10% ആണ് ഇട്ടത്. ഇത്രയും കൊടുത്ത് നമ്മൾ താഴെ കാണുന്ന സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണ് വേണ്ടത്. ഓക്കെ, ഇതാണ് അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഇപ്പോൾ നമ്മുടെ ഇത് മാറിയത് കാണാം, അതായത് PFM ചേഞ്ച് ഫ്ലാഗ് കണ്ടില്ലേ, നോ എന്നുള്ളത് S ആയിട്ടുണ്ട്. അതുപോലെ തന്നെ പെർസെൻറ്റേജ് ചേഞ്ചിങ്ങും S ആയിട്ടുണ്ട്. നമ്മുടെ എത്ര % ആണ് കൊടുത്തിരിക്കുന്നത് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇനി നമ്മൾ ആ സെൻഡ് OTP സെലക്ട് ചെയ്യുകയാണ് വേണ്ടത്. ഓക്കെ, നമ്മുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്ക് നമുക്കൊരു മെസ്സേജ് വരും, അത് നമ്മൾ സബ്മിറ്റ് ചെയ്യുക. ഇതാണ് നമ്മുടെ സ്റ്റെപ്പ്. ഇത്രയും സ്റ്റെപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് ചെയ്യാൻ സാധിക്കും. നമ്മുടെ മെയിലിലേക്ക് ഒരു കൺഫർമേഷൻ മെസ്സേജും വരുന്നതായിരിക്കും. ഇങ്ങനെയാണ് ഈ ഒരു സ്റ്റെപ്പ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഓൺലൈൻ കോൺട്രിബ്യൂഷൻ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഇതിന് നമ്മൾ വേണ്ടത് ഫസ്റ്റ് ട്രാൻസാക്ട് ഓൺലൈൻ എടുത്ത് കോൺട്രിബ്യൂട്ട് ഓൺലൈൻ സെലക്ട് ചെയ്യുക. ഈ കോൺട്രിബ്യൂട്ട് ഓൺലൈൻ സെലക്ട് ചെയ്ത് ഇവിടെ പ്രൊസീഡ് കൊടുക്കുക. ഓക്കെ, ഇനി നമ്മളൊരു SMS OTP ഇത് കൊടുക്കുന്നതിന് പ്രാൺ നമ്പർ ഒന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളത് കൊടുത്തതിന് വെരിഫൈ പ്രാൺ കൊടുക്കുക. നമുക്കൊരു OTP മെസ്സേജ് വരും. സെൻഡ് OTP സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ആ വന്ന OTP മെസ്സേജ് ഈ കോളത്തിൽ ഇവിടെ ഫില്ല് ചെയ്തതിന് ശേഷം ഓക്കെ കൊടുക്കുക. ഇതാണ് അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്.
സബ്മിറ്റ് OTP കൊടുക്കുക. ഓക്കെ, നമുക്ക് ഡോൺ സേവ് കൊടുക്കാം. ഇവിടെ നമുക്ക് ഡിഫോൾട്ടായിട്ട് 1000, 2000, 5000, 10000. അപ്പോൾ നമ്മൾ ഏത് എമൗണ്ടാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ 1000 ആണെങ്കിൽ നമ്മളിപ്പോൾ ATMലെല്ലാം പോയിട്ട് അത് കാണാറുണ്ടല്ലോ, നമുക്ക് ഡിഫോൾട്ട് എമൗണ്ട് വരുന്നത്. നമുക്ക് വേണമെങ്കിൽ നമുക്ക് എഡിറ്റ് ചെയ്യാം. അതല്ല നമുക്കിപ്പോൾ 1000 വെച്ചിട്ടാണ് പെർ മന്ത്, അല്ലെങ്കിൽ 2000 ആണെങ്കിൽ നമുക്ക് ഏത് എമൗണ്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് ചെയ്യാം. ഇനി ആ എമൗണ്ട് അല്ല നമുക്ക് അത് മാറ്റണം, 500 രൂപയോ അല്ലെങ്കിൽ 1500 രൂപയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾ എഡിറ്റ് എമൗണ്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു എമൗണ്ട് മാറ്റാനും സാധിക്കും. അപ്പോൾ ഞാൻ എഡിറ്റ് എമൗണ്ട് കൊടുത്ത് ഇപ്പോൾ ഒരു 500 രൂപ എന്ന് വെച്ചിട്ട് നോക്കാം. 500 രൂപ കൊടുത്ത് കൺഫേം കൊടുക്കുക. കൺഫേം കൊടുക്കുമ്പോൾ നമുക്ക് കാണാം 500 രൂപ അതിൻ്റെ POP ട്രാൻസാക്ഷൻ, അവരുടെ ഒരു കമ്മീഷൻ, അതുപോലെ അതിൻ്റെ GST, ടോട്ടൽ 511 രൂപ 80 പൈസയാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് എമൗണ്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ ഗേറ്റ് വേ സെലക്ട് ചെയ്യാം. നമുക്ക് ഇവിടെ 2 ഗേറ്റ് വേയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏത് ഗേറ്റ് വേണമെന്ന് നമുക്ക് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ അവരുടെ ഡിക്ലറേഷൻ അത് രണ്ടും ടിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ താഴെ മേക്ക് പേയ്മെൻറ്റ് കൊടുത്താൽ നമുക്ക് ഓൺലൈൻ ബാങ്കിങ് പോലെ ബാങ്കിങ് വെച്ച് നമുക്ക് ട്രാൻസാക്ഷൻ ചെയ്യാം. ഇതാണ് നമുക്ക് ഓൺലൈനായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ളത്. ഇനി നമുക്ക് നമ്മുടെ ഇയർലി സമ്മറി എങ്ങനെ ഡൗൺലോഡ് ചെയ്യാൻ നോക്കാം. നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് സമ്മറി എടുത്തു കഴിഞ്ഞാൽ ട്രാൻസാക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുക. അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ നമുക്ക് സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ ടയർ 1 സെലക്ട് ചെയ്തിട്ട് ജനറേറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ ജനറേറ്റ് ആയിട്ട് നമ്മുടെ ഡിസ്പ്ലേയിൽ കാണിക്കുന്നതാണ്. അപ്പോൾ ഇതേപോലൊരു സ്റ്റേറ്റ്മെൻറ്റ് ഷോ ചെയ്യുന്ന, അതായത് നിങ്ങൾ ഇത്ര വർഷം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത എല്ലാ എമൗണ്ട്, അതിൻ്റെ ലാഭം, അതിൻ്റെ NAV വാല്യൂ, ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഓക്കെ, ഇവിടെ ഏറ്റവും നിങ്ങൾ വലതുവശത്ത് നിങ്ങൾ കാണുകയാണെങ്കിൽ ഇതിന് ഞാൻ 50, 30, 20 എന്നായിരുന്നു മുമ്പ് ഇട്ടിരുന്നത്. എനിക്ക് ഇതുവരെ കിട്ടിയ പെർസെൻറ്റേജ് ഉണ്ടോ 11.13% ആണ് ഇത്ര വർഷമായിട്ട് എൻ്റെ ഒരു ടോട്ടൽ സമ്മറി ആയിട്ട് ഒരു ആവറേജ് കിട്ടുന്നത്. ഇനി കഴിഞ്ഞ വർഷം ഞാൻ കിട്ടിയതാണ് 13.45. അപ്പോൾ നല്ലൊരു റിട്ടേൺ ആണ് NPS തന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് ഈ ഒരു NPS സ്കീമിൽ ചേരാം. നല്ലൊരു റിട്ടേൺ നമുക്ക് 60 വയസ്സാകുമ്പോൾ നല്ലൊരു പേയ്മെൻറ്റും കിട്ടുന്നതാണ്. ഇതിന് കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇത് ഓരോന്ന് നിങ്ങൾക്ക് വ്യക്തമായി അറിയണമെന്നുണ്ടെങ്കിൽ വേണ്ടവർ ആ വീഡിയോ കാണുക. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളൊന്ന് ലൈക്ക് അടിക്കാനും അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുക സബ്സ്ക്രൈബ് ചെയ്തതിന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി ഇതിൻ്റെ ഒരു PDF വലതുഭാഗത്ത് ഏറ്റവും മുകളിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം PDF എന്നുള്ളത്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഇയർലി സമ്മറിയും ഇതുപോലെ ഒരു PDF ഫയലായി ഡൗൺലോഡ് ചെയ്യാം. നമുക്ക് നമ്മുടെ ഓഫീസിലെല്ലാം നമുക്ക് സബ്മിറ്റ് ചെയ്യാം. അതായത് ഇൻകം ടാക്സിൻ്റെ ഒരു ഇത് വേണമല്ലോ, നമുക്ക് ഇയർലി വൺസ് നമ്മുടെ ഇൻകം ടാക്സിൻ്റെ ഇത് കുറച്ച് കിട്ടുന്നതിനായിട്ട് വേണ്ടി നമുക്ക് കൊടുക്കാൻ സാധിക്കും. ഓക്കെ, താങ്ക് യു, താങ്ക്സ് ഫോർ വാച്ചിങ്.